അഴിമതിയിൽ മുങ്ങിത്താഴുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കുടിവെള്ളത്തിന് പകരം മദ്യം കൊടുക്കുന്ന ഗവൺമെന്റാണ്. എലപ്പുള്ളിയിൽ ഒരു മദ്യ ഫാക്ടറി 6 മദ്യ ഫാക്ടറികൾ ഉണ്ടാക്കാനാണ് കുടിവെള്ളമില്ലാത്ത സ്ഥലത്ത് ഈ ഗവൺമെന്റ് ആലോചിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ, ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF-ഉം ഈ മദ്യശാലകൾ എലപ്പുള്ളിയിൽ അനുവദിക്കാനുള്ള യാതൊരു നീക്കവും നമ്മൾ കൂട്ടുനിൽക്കില്ല. അതിനെ ശക്തമായി തന്നെ എതിർക്കും. എലപ്പുള്ളിയിൽ മദ്യശാലകൾ ആരംഭിക്കാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനവിടെ ചെന്നപ്പോൾ അമ്മമാരും സഹോദരിമാരും അവരുടെ ദുരിതങ്ങളാണ് എന്നോട് പറഞ്ഞത്. അവിടെ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. കുഴൽക്കിണറുകൾ 500 അടി താഴെ ചെന്നാൽ മാത്രമേ ഭൂഗർഭജലം കിട്ടൂ. അങ്ങനെയുള്ള സ്ഥലത്ത്, കുടിക്കാനുള്ള വെള്ളമില്ലാത്ത സ്ഥലത്ത് ബഹിരാഷ്ട്ര കമ്പനികളെ സഹായിക്കാൻ വേണ്ടി പ്ലാന്റുകൾ കൊണ്ടുവരുന്ന നടപടി എത്ര ലജ്ജാകരമാണ്. കൊക്കക്കോളയ്ക്കെതിരെയും പെപ്സിക്കെതിരെയും സമരം ചെയ്തവരാണ് ഇപ്പോൾ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ സഹായിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഇവരാരുടെ താല്പര്യമാണ്? കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സ്ഥലത്താണ് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ബോട്ടിലിംഗ് പ്ലാന്റ് അനുവദിക്കുന്നത്, അതുപോലെ തന്നെ വൈനറി അനുവദിക്കുന്നത്, ബ്രൂവറി അനുവദിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തിന് ഗുണകരമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. മദ്യനയത്തിൽ തിരുത്തൽ വരുത്തിയത് തന്നെ ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ സഹായിക്കാനായിരുന്നു. എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെയാണ് ഈ കമ്പനിയെ വിളിച്ചു വരുത്തിയതും ചർച്ച ചെയ്തതും. മദ്യനയം തീരുമാനിച്ചത് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ ഒയാസിസ് എന്ന് പറയുന്ന വടക്കേ ഇന്ത്യയിലെ ഈ കമ്പനിയെ ക്ഷണിച്ചു വരുത്തി അവർക്ക് വേണ്ടി മദ്യനയത്തിൽ മാറ്റം വരുത്തി ബ്രൂവറിയും ഡിസ്റ്ററിയും ഒക്കെ ആരംഭിക്കാനും അവിടുത്തെ ജനങ്ങളെ കഷ്ടത്തിലാക്കാനുമുള്ള ഈ നടപടിയാണ് കാണുന്നത്. കൊക്കക്കോള പൂട്ടിച്ചവർ, പെപ്സിയെ പൂട്ടിച്ചവർ ആണ് അവിടുത്തെ ജനങ്ങൾ. ആ ജനങ്ങൾ ഇവിടെ ബ്രൂവറിയും ഡിസ്റ്ററിയും അനുവദിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഗവൺമെന്റ് എത്ര വിചാരിച്ചാലും പാലക്കാട്ടെ ജനങ്ങളെ ഇവിടെ പ്രതിരോധത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, CPI-യും മറ്റ് ഘടകകക്ഷികളുണ്ടല്ലോ, RJD പോലുള്ള, അവർക്ക് അവരുടെ ആത്മാർത്ഥത തെളിയിക്കേണ്ട സമയമാണിത്. എക്സൈസ് മന്ത്രി പറയുന്നത് ഞങ്ങൾ CPI-യോട് സംസാരിച്ചാൽ ഈ പ്രശ്നം തീരുമോ? നാട്ടിൽ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർക്ക് കുടിവെള്ളം കൊടുക്കുകയാണോ വേണ്ടത്? കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർക്ക് വെള്ളം കൊടുത്ത് കൃഷി ചെയ്യിക്കുകയാണോ വേണ്ടത്? അതോ ബ്രൂവറിയും ഡിസ്റ്ററിയും അനുവദിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണോ വേണ്ടത്? ഈ ഗവൺമെന്റ് വലിയ ഒരു അഴിമതിക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ഈ ബ്രൂവറിയും ഡിസ്റ്ററിയും ഇവിടെ ആരംഭിക്കാൻ ശ്രമിക്കുന്നത് തന്നെ അഴിമതിക്ക് വേണ്ടിയാണ്. ഇന്ന് ഈ ഗവൺമെന്റ് സ്ലോട്ടർ ടാപ്പിംഗാണ്. സർക്കാരിന് ഇനി അധികം കാലമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ എല്ലാ അഴിമതിയും നടത്തിക്കളയാം എന്നുള്ള ധാരണയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ടോൾ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പൊ ടോള് വെക്കാൻ പോകുന്നത്. കിഫ്ബി കേരളത്തിലെ ജനങ്ങളുടെ പണം കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മൾ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആണ് കിഫ്ബിയുടെ പ്രധാന വരുമാനം. ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന റോഡുകൾ മുഴുവൻ ടോൾ ഏർപ്പെടുത്തി കളയുമെന്നുള്ള ഭീഷണി പിണറായി വിജയൻ സ്വീകരിക്കാൻ ശ്രമിച്ചാൽ ആ ടോൾ ബൂത്തുകൾ നമ്മൾ തന്നെ തല്ലി തകർക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.